പ്രപ്പോസിനകത്ത് അനീഷേട്ടനാണ് ഈ അനുമോൾ അടുത്തേക്ക് വരുന്തോറും ഓടി ഓടി മാറുന്നതാണ്. അനുമോൾ അടുത്തൂടെ പോയാലോ അടുത്തോട്ട് വന്നാലോ പുള്ളിക്കാരൻ ഒഴിഞ്ഞു മാറുന്നതായിട്ട് കാണാം. എന്തിനാണത് ചെയ്യുന്നതെന്ന് അറിയുന്നില്ല. പുള്ളിക്കാരൻ്റെ പെരുമാറ്റം കണ്ടാൽ തോന്നും അനുമോൾ പുള്ളിക്കാരൻ്റെ പിന്നാലെ നടക്കുന്നത് പോലെ. എന്നാൽ പുള്ളിക്കാരനാണ് അനുമോളെ പ്രപ്പോസ് ചെയ്യുന്നതും അനുമോൾ അതിനുള്ള മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ പുള്ളിക്കാരൻ എഴുന്നേറ്റ് പോകുന്നു. എന്നിട്ടിപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് ആ ചാപ്റ്റർ ക്ലോസ് ആണ്, ഇനി ആ ചാപ്റ്റർ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അനുമോൾ ഇല്ല കുറ്റക്കാരിയാവുന്ന രീതിയിലാണ് പുള്ളിക്കാരൻ്റെ പെരുമാറ്റം. ഒരാൾ നമ്മളോട് പ്രണയം അല്ലെങ്കിൽ ഒരു പ്രപ്പോസ് ചെയ്യുമ്പം ഏതൊരു പെണ്ണും അതിൻ്റെ മറുപടി പറയാനൊന്നും മടിക്കും. കാരണം പുള്ളിക്കാരത്തേക്ക് കുറേ കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാൻ എന്ന് പുള്ളിക്കാരത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ എഴുന്നേറ്റ് അങ്ങ് പോകുന്നത്. പലതവണ അനുമോൾ ശ്രമിക്കുന്നുണ്ട് അനീഷയോട് കാര്യങ്ങൾ സംസാരിച്ച് ഒരു കോംപ്രമൈസിലെത്താനായിട്ട്. പക്ഷേ ഈ അനീഷ് നിന്നു കൊടുക്കുന്നില്ല. അനീഷിനടുക്ക് സംസാരിക്കാനായിട്ട് അനുമോൾ പലതവണ ചെല്ലുമ്പോഴും അനീഷ് ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, ആ ചാപ്റ്റർ ക്ലോസ് ആണെന്നും പറഞ്ഞ് പലയിടങ്ങളിൽ ഒഴിഞ്ഞു മാറുന്നു. എന്നിട്ടും അനുമോൾ പിന്നാലെ നടന്ന് ശ്രമിക്കുന്നുണ്ട്. പിന്നെ അനുമോൾ അങ്ങ് വേണ്ടെന്ന് വെച്ച്. കാരണം പുള്ളിക്കാരന് സംസാരിക്കാൻ താല്പര്യമില്ല. പുള്ളിക്കാരൻ്റെ വിഷയത്തിന് എന്നാലും പുള്ളിക്കാരിയുടെ ഉള്ളിൽ ഒരു ചെറിയൊരു വിഷമവും ടെൻഷനും ഉണ്ട്. കാരണം പുറത്തേക്ക് അതെങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നതെന്നും നാളെ ലാലേട്ടൻ വരുമ്പം എന്തായിരിക്കും ലാലേട്ടൻ ചോദിക്കാൻ പോകുന്നതെന്നുള്ള പുള്ളിക്കാരിക്ക് ഒരു ടെൻഷനുണ്ട്. ആ ഒരു ടെൻഷനിൽ ഓടി നടക്കുകയാണ്. രാത്രി ഉറങ്ങാൻ പറ്റത്തില്ലെന്നൊക്കെ പുള്ളിക്കാരിയോട് സംസാരിക്കുന്നുണ്ട്.